അണ്ണൻ എഴുന്നേക്കുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി. ഉറക്കത്തിൽ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? പോയ കാര്യം കഴിഞ്ഞാൽ ഞാൻ ഉടനടി വിടുന്നു. ആ സ്വീറ്റ്സ് സാറിന് കൊടുക്കണേ. നീ തിരിച്ചു വരുമ്പോ പെരുമാൾ കോവിലിൽ കയറിയിട്ട് വന്നാ മതി. അവിടെ എന്താ വിശേഷം? നാളെ കഴിഞ്ഞ നിന്റെ പിറന്നാളാ. ഓ, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആണല്ലേ നാളെ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അണ്ണൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. എന്ത് ഗിഫ്റ്റാ? അത് സർപ്രൈസ്. நாளை காலைல புறப்பட்டுக்கலாமே. எத்தனை தான் உனக்கு சொல்கிறது ராத்திரியில் கார் பயணம் வேணான்னு. சரி புறப்பட்டா வந்துட்டேன், சூதானமா வா. அண்ணா அவர் கீழே வந்திருக்காரு. வர சொல்லு. சரிங்கண்ணே. வாங்க மேனன் சார், உட்காருங்க. நீங்கள் மட்டும்தான் வந்தீங்களா? അയ്യ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ സംസാരിക്കാനത്. இதுக்கு முன்னாடி இதை விட மோசமான சூழ்நிலையில் இருந்தீங்க. உங்கள் ப்ராப்பர்ட்டியெல்லாம் வச்சுக்கிட்டு உங்களை நம்பி எந்த ஃபைனான்சியலும் பணம் கொடுக்கல, நான் தான் കൊടുത്തேன். എന്നെ ഏമാത്താൻ നിனைக்கலாமா? നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ പൈസ തരാൻ എന്നെ കൊണ്ട് പോലും നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ അയ്യാക്ക് എഴുതി തന്ന എൻ്റെ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം. ഒരു പ്രോജക്റ്റ് ചെയ്യാണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. நீங்கள் கொடுத்துருக்கிற ப்ராப்பர்ட்டிஸ்க்கு இதுக்கு மேலே யாராலையும் பணம் கொடுக்க முடியாது. சரி, நான் ஒரு ஐடியா கொடுக்குறேன். நீங்கள் ஒரு படம் ப்ரொடியூஸ் பண்ணுங்க, நான் அதுக்கு பணம் தர்றேன். நீங்கள் எனக்கு கொடுக்க வேண்டிய பழைய பணம் எதுவும் கொடுக்கவும் வேண்டாம். எனக்கு ஒரு தம்பி இருக்கான், நீங்கள் அவனை பார்த்ததில்ல, ரொம்ப அழகாக இருப்பான், சினிமாவில் நடிக்கணும்னு வெறியாக இருக்கான். அவனை ஹீரோவை வச்சு இந்த ப்ராஜெக்டை பண்ணுங்க. என் கண்டிஷன் அவ்வளோதான். അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലല്ല. அப்படின்னா பிரதாப்ட சொன்ன மாதிரி எல்லா சொத்தையும் விற்று என் பணத்தை எடுத்துக்குவேன். അങ്ങനെയുള്ള കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ അണ്ണാജി. അണ്ണാച്ചി, ഞാൻ വേഗം കാര്യത്തിലോട്ട് വരാം. ഈ നിൽക്കുന്ന മേനോൻ സാറ് അണ്ണാച്ചിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൈസയ്ക്ക് പകരം വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ ബിനാമി മുതലാളിമാരാണ് ഞങ്ങൾ ഈ പാവങ്ങൾ. പിന്നെ അണ്ണാച്ചി പറഞ്ഞ പോലെ ഒരു തമിഴ് ചെക്കനെ പിടിച്ച് മലയാള സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം മേനോൻ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണെങ്കിലും അതൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ പേരില്ല. അതെല്ലാം കൂടെ പെട്ടെന്നൊരുത്തം വന്ന് വിഴുങ്ങാന്ന് വെച്ചാ അത് സഹിക്കാൻ പറ്റുമോ അണ്ണാച്ചി? പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ എത്ര നാളെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ മൂടും താങ്ങി നിൽക്കുന്നത്. ഭയങ്കര ബോറടിയാ. പിന്നെ ഇപ്പം ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തോന്നണ്ണാച്ചിയത്? കുറച്ച് കാശ് കടം മേടിച്ച് തിരിച്ചു തരാൻ വൈകിയെന്ന് പറഞ്ഞ് മേനോൻ സാറിനെ കൊല്ലണമായിരുന്നോ? എവിടെയാ നമ്മുടെ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത്? ആ ഡോക്യുമെന്റ്സ് എവിടെ? നമ്മൾ ഇങ്ങനെ ചോദിച്ച അണ്ണാച്ചി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
உனக்கு ஒன்றும் ஆகாது. நான் இருக்கேன். லட்சுமி நீ போ, போயிரு லட்சுமி. போ. നിന്നെ തീർക്കാനാ ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർക്കും നിന്നെ വേണോന്ന് ഈ കുമാർ പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളങ്ങ് ജോയിന്റ് ആയി. இன்னைக்கு உன் தம்பிக்கு சாந்தி முகூர்த்தம் இல்லடா, சாவு முகூர்த்தம். ഇയാളെ കൊണ്ട് മൊത്തം ലാഭമാണല്ലോ പ്രതാപ. നമ്മൾ അവസാനത്തേക്ക് ബാക്കി വെച്ചിരുന്ന പണി പുള്ളി ആദ്യമേ തന്നെ അങ്ങ് ചെയ്ത് തീർത്തു. അയ്യോക്കിയോ പയല നമ്മ വെച്ച് ഏമത്തിരോ മകനെ. പോയിട്ട് എവിടെന്നെങ്കിലും ആ ഡോക്യുമെന്റ്സ് തപ്പി എടുത്തോണ്ട് വാ. ചെല്ലേ. കിട്ടിയോ? ഇതിനു വേണ്ടിയായി മെനക്കെട്ടതൊക്കെ. അണ്ണാജി, ഈ ഡോക്യുമെന്റ് കയ്യിലുണ്ടെന്ന ബലത്തിലല്ലേ നീ ഫോൺ ചെയ്ത് ഞങ്ങൾ ഈ വിരട്ടൊക്കെ വിരട്ടിയത്? ലടാ കോപ്പേ, ഇത് കോടിക്കണക്കിന് രൂപയുടെ മുതലാ. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇതെടുത്തിട്ട് ഞങ്ങൾ പോകും. കണക്ക് തീർക്കുമ്പോ അത് എപ്പോ എവിടെ വെച്ച് എന്നതൊന്നും പ്രശ്നമല്ല, തീർത്തിരിക്കണം. പിന്നെ കൊന്നവനും കൊല്ലിച്ചവനും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് പറയല്ല, ഞങ്ങളെ തേടി ഒരു നിയമം വരില്ല. അതങ്ങനെയാ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു തെളിവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. വരട്ടെ മടക്കണ.
ഹലോ പപ്പ, ഇയാള് തീർന്നു. മുരുക, മുരുക.